ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു മാങ്ങ പെരട്ട് ഉണ്ടാക്കാമേ. ഒരു 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 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തൊലിയൊന്നും കളയണ്ട, ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മാങ്ങ മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുക. മാങ്ങ ഇതുപോലെ മിക്സിയിൽ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക, കുറച്ച് കടുകും കൂടി ഇടും. കടുകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടായ ശേഷം 5-6 വറ്റൽമുളകും കൂടി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് നന്നായിട്ട് മൂത്ത് കിട്ടുന്നവരെ ഇളക്കണം. വറുത്ത് വെച്ച മുളകും കടുവും ഉലുവയും കൂടെ പൊടിച്ചെടുത്ത് കുറച്ച് ഉള്ളിയും കൂടെ അരിഞ്ഞ് വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി എടുത്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മാങ്ങയുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഈ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാൻ മറക്കരുതേ. കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. കണ്ടോ, മാങ്ങ പെരട്ട് റെഡിയായിട്ടുണ്ട്. പിന്നെ മാങ്ങയല്ലേ പുളി കൂടുതലുണ്ടായിരുന്നു, ഞാനതുകൊണ്ട് 1 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. നല്ല രുചികരമായ പെരട്ട് റെഡി.